ഒടുവിൽ കോൺഗ്രസ് അവരുടെ തീരുമാനം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാദിന കർമ്മ പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല എന്ന്. നല്ല തീരുമാനമാണ്. നേരത്തെ തന്നെ CPIM തീരുമാനം പ്രഖ്യാപിച്ചിട്ടുണ്ട്, തൃണമൂൽ കോൺഗ്രസ് തീരുമാനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഇതിനകം തന്നെ അവരുടെ തീരുമാനം പ്രഖ്യാപിച്ചു, പങ്കെടുക്കുന്നില്ല എന്ന്. പങ്കെടുക്കുന്നവർ പങ്കെടുക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ കോൺഗ്രസ് നേതൃത്വത്തിൽ ഇത് സംബന്ധിച്ച് ആകെ ആശയക്കുഴപ്പമായിരുന്നു. എന്ത് തീരുമാനമെടുക്കണം എന്നറിയാതെ. ആദ്യം വെടിപൊട്ടിച്ചത് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായ ദിഗ്വിജയ് സിംഗ് ആണ്. അദ്ദേഹം പറഞ്ഞു സോണിയാഗാന്ധി പങ്കെടുക്കും, ഇല്ലെങ്കിൽ സോണിയാഗാന്ധിയുടെ പ്രതിനിധി പങ്കെടുക്കും എന്ന്. പിന്നീട് പറഞ്ഞു കോൺഗ്രസിന്റെ പ്രത്യേക പ്രതിനിധി സംഘം തന്നെ ഈ അയോധ്യയിലേക്ക് പോകും എന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഹിമാചൽ മുഖ്യമന്ത്രി പറഞ്ഞു ഞാൻ പോകും, എന്നെ ക്ഷണിച്ചില്ലെങ്കിലും ഞാൻ പോകുമെന്ന്. ആ ശബ്ദത്തിന്റെ മുഴക്കം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ കർണാടകയിൽ നിന്ന്, തെക്കേ ഇന്ത്യയിൽ നിന്ന് DK ശിവകുമാർ പറഞ്ഞു പങ്കെടുക്കേണ്ടതാണ്, പങ്കെടുക്കണം എന്ന്. അപ്പോൾ സ്വാഭാവികമായും കോൺഗ്രസ് നേതാക്കളിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ കോൺഗ്രസിന്റെ ഔദ്യോഗിക തീരുമാനം വന്നു കഴിഞ്ഞു. ആ ഔദ്യോഗിക തീരുമാനം അനുസരിച്ച് ഈ പ്രതിഷ്ഠാദിന കർമ്മ പരിപാടിയിൽ പങ്കെടുക്കില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത്. പിന്നീട് പോകുമോ ഇല്ലയോ എന്നത് സംബന്ധിച്ചൊന്നും പറഞ്ഞിട്ടില്ല. വിശദമായ ഒരു വാർത്താക്കുറിപ്പ് തന്നെ ഇത് സംബന്ധിച്ച് കോൺഗ്രസ് നേതൃത്വം AICC പുറത്തിറക്കിയിട്ടുണ്ട്. അതിലെ രണ്ടാമത്തെ പാരഗ്രാഫിലാണ് കാര്യങ്ങൾ പറയുന്നത്. ആ പാരഗ്രാഫ് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ലോർഡ് റാം ഈസ് വേർഷിപ്ഡ് ബൈ മില്യൻസ് ഇൻ അവർ കൺട്രി എന്ന് തുടങ്ങുന്ന പാരഗ്രാഫ്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്, ഒരു മലയാള വിവർത്തനം. അതിൻ്റെ ആ പറഞ്ഞ വാക്യങ്ങളുടെ മലയാള വിവർത്തനം ഇങ്ങനെയാണ്: മതം വ്യക്തിപരമായ കാര്യമാണ്, എന്നാൽ RSSും BJPയും അയോധ്യയിലെ ക്ഷേത്ര നിർമ്മാണത്തെ രാഷ്ട്രീയ പദ്ധതിയായാണ് വിഭാവനം ചെയ്തത്. മതം വ്യക്തിപരമായ കാര്യമാണ്, എന്നാൽ RSSും BJPയും അയോധ്യയിലെ ക്ഷേത്ര നിർമ്മാണത്തെ രാഷ്ട്രീയ പദ്ധതിയായാണ് വിഭാവനം ചെയ്തത്. അപൂർണമായ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം BJPയും RSSും തെരഞ്ഞെടുപ്പ് നേട്ടത്തിന് വേണ്ടി കൊണ്ടുവന്നതാണ്. 2019 സുപ്രീം കോടതി വിധിയെ ബഹുമാനിക്കുകയും ശ്രീരാമനെ ബഹുമാനിക്കുന്ന ദശലക്ഷക്കണക്കിന് ആളുകളുടെ വികാരങ്ങളെ മാനിക്കുകയും ചെയ്യുമ്പോൾ പരിപാടിയിലേക്കുള്ള മല്ലികാർജുന ഖർഗെ, സോണിയാഗാന്ധി, അധീർ രഞ്ജൻ ചൗധരി എന്നിവർക്കുള്ള ക്ഷണം ആദരപൂർവ്വം നിരസിക്കുന്നു എന്നാണ് ഈ പ്രസ്താവനയിൽ പറയുന്നത്. ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം മതം വ്യക്തിപരമായ കാര്യമാണ്, എന്നാൽ RSSും BJPയും അയോധ്യയിലെ ക്ഷേത്ര നിർമ്മാണത്തെ രാഷ്ട്രീയ പദ്ധതിയായാണ് വിഭാവനം ചെയ്തത്. അപൂർണമായ ക്ഷേത്രത്തിലെ ഉദ്ഘാടനം BJPയും RSSും തെരഞ്ഞെടുപ്പ് നേട്ടത്തിന് വേണ്ടി കൊണ്ടുവന്നതാണ്. ഇതാണ് ഇത് സംബന്ധിച്ച് കോൺഗ്രസിന്റെ നിലപാട്. എന്ന് വെച്ചാൽ അയോധ്യ ക്ഷേത്രം നിർമ്മിക്കണം എന്ന് കോൺഗ്രസ് പറയുന്നു. അയോധ്യയിൽ അത്തരമൊരു ക്ഷേത്രം വേണം എന്ന് കോൺഗ്രസിന്റെ നിലപാടുണ്ട് എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ബാബറി മസ്ജിദ് പൊളിച്ചതിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. ബാബറി മസ്ജിദ് പൊളിച്ച ഇടത്താണ് രാമക്ഷേത്രം പണിയുന്നത് എന്ന കാര്യം അവർ മറച്ചുവെക്കുകയും ഇതിനെ, ഈ ക്ഷേത്ര നിർമ്മാണത്തെ RSSും BJPയും അവർ രാഷ്ട്രീയ പദ്ധതിയായി കൊണ്ടുവന്നു, അതുകൊണ്ട് ഞങ്ങൾ പങ്കെടുക്കുന്നില്ല എന്നാണ്. RSSും BJPയും രാഷ്ട്രീയ പദ്ധതിയാക്കിയില്ലെങ്കിൽ ഈ പരിപാടിയിൽ പങ്കെടുക്കും. അയോധ്യ ക്ഷേത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനവും അതിന്റെ പ്രാണപ്രതിഷ്ഠ കർമ്മത്തിലും ഒക്കെ പങ്കെടുക്കും. ഇതിപ്പോൾ RSS ഒരു രാഷ്ട്രീയ പദ്ധതിയായാണ് വിഭാവനം ചെയ്യുന്നത്. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ അത് ഉപയോഗപ്പെടുത്തി വോട്ട് പിടിക്കാനുള്ള രാഷ്ട്രീയ പദ്ധതിയാണ്, അതുകൊണ്ട് പങ്കെടുക്കുന്നില്ല എന്നാണ് പറയുന്നത്. അപൂർണമായ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം BJPയും RSSും തെരഞ്ഞെടുപ്പ് നേട്ടത്തിന് വേണ്ടി കൊണ്ടുവന്നതാണ് എന്ന്. ഇതിലെവിടെയും നരേന്ദ്രമോദിയെ വിമർശിക്കുന്നില്ല. ആ പരിപാടി ഒരു രാഷ്ട്രീയ പരിപാടിയാക്കി മാറ്റുകയും അവിടെ എത്തുന്ന ജനങ്ങളെ അഭിവാദ്യം ചെയ്യാൻ നരേന്ദ്രമോദി തയ്യാറാകുകയും ചെയ്യുന്നതിനെ എതിർക്കുന്നില്ല. അതോടൊപ്പം പൊതുവായ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നു എന്ന് മാത്രം. എന്ന് വെച്ചാൽ RSSും BJPയും ഈ അയോധ്യ ക്ഷേത്രത്തെയും അതിൻ്റെ പ്രാണപ്രതിഷ്ഠാ കർമ്മത്തെയും, അങ്ങനെയാണ് BJP പറയുന്നത്, അവിടുത്തെ പ്രതിഷ്ഠാ കർമ്മത്തെയും RSSന്റെ ഒരു തെരഞ്ഞെടുപ്പ് അജണ്ടയാക്കി മാറ്റിയത് കൊണ്ട് അതിൽ പങ്കെടുക്കുന്നില്ല എന്ന് മാത്രമാണ് പറയുന്നത്. ആർക്ക് വേണമെങ്കിലും പങ്കെടുക്കാം എന്ന് പറയുന്നില്ല. എങ്കിലും ഒരു കാര്യം പറയുന്നുണ്ട്, മതം വ്യക്തിപരമായ കാര്യമാണ് എന്ന് വെച്ചാൽ കോൺഗ്രസ് നേതാക്കൾക്ക് വ്യക്തിപരമായി മതം കൊണ്ട് നടക്കുന്ന കോൺഗ്രസ് നേതാക്കൾക്ക് എത്രയോ ഉണ്ട്. കമൽനാഥ് ഉണ്ട്, നേരത്തെ പറഞ്ഞതുപോലെ ഹിമാചൽ മുഖ്യമന്ത്രിയുടെ DK ശിവകുമാർ ഉണ്ട്. അതുപോലെ വ്യക്തിപരമായ കാര്യമാണ് മതം, ഒരു വ്യക്തിപരമായ കാര്യമാണ്. അതുകൊണ്ട് അതിൽ പങ്കെടുക്കുമോ പങ്കെടുക്കില്ലയോ എന്നൊന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പങ്കെടുക്കുന്നവർക്ക് പങ്കെടുക്കാം എന്ന നിലപാടിലേക്ക് കോൺഗ്രസ് വന്നിരിക്കുന്നു. എന്നാൽ ഞങ്ങൾ മൂന്നുപേരും പങ്കെടുക്കുന്നില്ല.
സോണിയാഗാന്ധി പങ്കെടുക്കുന്നില്ല, മല്ലികാർജ്ജുന ഖാർഗെ പങ്കെടുക്കുന്നില്ല, അധിർ രഞ്ജൻ ചൗധരിയും പങ്കെടുക്കുന്നില്ല. എന്നാൽ മതം വ്യക്തിപരമായ കാര്യമാണ്. അങ്ങനെ വ്യക്തിപരമായ കാര്യത്തിൽ ഒരിക്കലും കോൺഗ്രസ് ഇടപെടില്ല എന്ന് പറയാതെ പറയുകയും വ്യക്തിപരമായി ആരെങ്കിലും പങ്കെടുക്കുന്നതിനെ ഞങ്ങൾ എതിർക്കുന്നില്ല എന്ന് പറയുകയും ചെയ്യുന്നു കോൺഗ്രസ്. എന്ന് വെച്ചാൽ കോൺഗ്രസ് എന്ന നിലയിൽ പങ്കെടുക്കുന്നില്ല. സോണിയാഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയും കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളായതുകൊണ്ട് അവർ പങ്കെടുക്കുന്നത് കോൺഗ്രസിന്റെ പങ്കാളിത്തമായി വ്യാഖ്യാനിക്കപ്പെടാം. അതുകൊണ്ട് അവർ പങ്കെടുക്കുന്നില്ല. വ്യക്തിപരമായി ആര് പങ്കെടുത്താലും യാതൊരു പ്രശ്നമില്ല എന്ന് വെച്ചാൽ ദിഗ്വിജയ് സിംഗിന് പങ്കെടുക്കാം, കമൽനാഥിന് പങ്കെടുക്കാം, ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രിക്ക് പങ്കെടുക്കാം, DK ശിവകുമാറിന് പങ്കെടുക്കാം, ഇതിനേറെ പറയുന്നു K സുധാകരനും പങ്കെടുക്കാം, പ്രതിപക്ഷ നേതാവ് VD സതീശനും പങ്കെടുക്കാം. കാരണം വ്യക്തിപരമായ കാര്യമാണ് മതം, അതിലേക്ക് ഞങ്ങൾ ഇടപെടുന്നില്ല എന്ന് പറഞ്ഞു വെക്കുകയാണ് ചെയ്യുന്നത് കോൺഗ്രസ്. എന്ന് വെച്ചാൽ അപ്പുറവും ഇപ്പുറവും ഇല്ലാതെ ഈ അമ്പലത്തിന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ ആദ്യം കോൺഗ്രസ് ശ്രമങ്ങൾ നടത്തിയെങ്കിലും RSSന്റെയും BJPയുടെയും ഇടപെടലെ തുടർന്ന് അത് നടന്നില്ല. അപ്പോഴും അത് ഞങ്ങളുടേതാണ്, ഞങ്ങളാണ് അതിന് തുടക്കം കുറിച്ചത്, ഞങ്ങളാണ് ബാബറി മസ്ജിദിൽ ആദ്യം ശ്രീരാമന്റെ വിഗ്രഹം വയ്ക്കാൻ അതിനുശേഷം ആരാധന നടത്താൻ ഒക്കെ തുറന്നു കൊടുത്തത് ഞങ്ങളാണ്. ഈ ക്ഷേത്രം പണിത സ്ഥലത്തുണ്ടായിരുന്ന ബാബറി മസ്ജിദ് തകർന്നു വീണപ്പോൾ കേന്ദ്രം ഭരിച്ചുകൊണ്ടിരുന്നത് ഞങ്ങളാണ്, ഞങ്ങൾ അന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ ഇത് തകരില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കോൺഗ്രസ് നേതാക്കൾ ഇതിൻ്റെ പിതൃത്വം ഏറ്റെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അത് അതേപോലെ നടക്കുന്നില്ല എന്ന നിരാശ ഈ വാർത്താക്കുറിപ്പിലും കൃത്യമായും കാണാൻ കഴിയും. BJPയും RSSും അത് ഏറ്റെടുത്തിരിക്കുന്നു, അവരുടെ പദ്ധതിയായി അത് മാറ്റിയിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ പങ്കെടുക്കുന്നില്ല. അതോടൊപ്പം തന്നെ മതം വ്യക്തിപരമായ കാര്യമാണ്, ആർക്ക് വേണമെങ്കിലും പങ്കെടുക്കാം എന്ന് പറഞ്ഞ് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ്. നിലപാടെടുക്കാതെ, കൃത്യമായ നിലപാടെടുക്കാതെ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത് കോൺഗ്രസ് നേതൃത്വം. എന്നാൽ സോണിയാഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയും അധിർ രഞ്ജൻ ചൗധരിയും പങ്കെടുക്കുന്നില്ല എന്ന നിലപാടിനുകൂടി കോൺഗ്രസ് പ്രഖ്യാപിക്കുന്നുണ്ട് എന്നത് നല്ല കാര്യം തന്നെയാണ്. അവർ 3 പേരും മാറി നിൽക്കുകയും മറ്റുള്ളവർക്ക് പങ്കെടുക്കുന്നതിൽ എതിർപ്പില്ല എന്ന് പറഞ്ഞു വെക്കുകയും അതോടൊപ്പം തന്നെ RSSും BJPയും ഇത് രാഷ്ട്രീയ പദ്ധതിയാക്കി മാറ്റി അതുകൊണ്ട് പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞു വെക്കുകയും ചെയ്യുകയാണ് ഈ പ്രസ്താവനയിൽ കോൺഗ്രസ് ചെയ്യുന്നത്. കോൺഗ്രസ് എല്ലാ കാലത്തും മതേതരത്വത്തോട് കാട്ടിയ ഈ ഇരട്ട നിലപാടുണ്ടല്ലോ, ഒരു അഴകുഴമ്പൻ നിലപാടുണ്ടല്ലോ, അത് കൃത്യമായി പ്രതിഫലിക്കുന്ന ഒരു വാർത്താക്കുറിപ്പാണ് കോൺഗ്രസ് പുറത്തുവിട്ടിരിക്കുന്നത്.